നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ശനി മാറ്റം വരാൻ പോവുകയാണ്. മേടക്കൂറുകാർക്ക് ശനിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളെയാണ് അല്ലെങ്കിൽ ദോഷങ്ങളെയാണ് പറയാൻ പോകുന്നത്. ഗുണമെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരെ വരുന്നതാണ് മേടക്കൂറ്. ശനി ഈ 2025 മാർച്ച് മാസം 29 മുതൽ മീനൻ രാശിയിലേക്കാണ് 2028 ഫെബ്രുവരി 23 വരെ നിൽക്കുന്നത്. അപ്പോൾ 12ലാണ് ശനി നിൽക്കുന്നത്. 12 ശനി വരുമ്പോൾ ഏഴരാണ്ട് ശനി ആരംഭിക്കുകയാണ്. ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ ഫലങ്ങൾ ചെയ്യുന്ന ഘട്ടമാണ് ഏഴരാണ്ട ശനി. രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണം വരെ നഷ്ടപ്പെട്ട് വനത്തിൽ കയറിയ സമയമാണ് ഏഴരാണ്ട ശനി എന്ന് പറയുന്നത്. അപ്പോൾ ശനിയുടെ തുടക്കം വരുമ്പോൾ നമുക്ക് 12ലാണ് പാവം, വ്യയഞ്ച പതനം, നിലയം വാമ്പുകം, സ്ഥാനഭ്രംശഞ്ച വൈകല്യം, ദ്വാദശേന വിചിന്തയിൽ നിന്നാണ്. പാവം എന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധനാണെങ്കിലും ദുഷ്ടനെന്ന് ആൾക്കാർ പറയും. ആരോടും വിരോധമില്ലാതെ സംസാരിച്ചാലും അവർ ശത്രുതാപരമായ രീതിയിൽ പെരുമാറുമ്പോൾ നമുക്കും കേസും വഴക്കും ഒക്കെ പോയാൽ കൊള്ളാമെന്ന് തോന്നും. കഴിവ് കൊണ്ടെങ്കിൽ നമുക്ക് 2 കൊടുക്കാൻ തോന്നും. അങ്ങനെ മിണ്ടാതെ നടന്നാൽ പറ്റൂലെന്ന് നമുക്ക് തോന്നും. വിനാശകാലെ വിപരീത ബുദ്ധി എന്നാണ്. അപ്പം നമുക്ക് എല്ലാ പ്രവൃത്തികളും ദുരിതകരമായിട്ട് ബാധിക്കപ്പെടുന്ന സമയമാണ്. വ്യയഞ്ചാന്ന് വെച്ചാൽ എത്ര സമ്പന്നന്മാരായിരുന്നാൽ പോലും ചില കാര്യങ്ങൾ നടത്തുന്നതിന് നമുക്ക് പൈസ ഇല്ലാതെ വരികയും അപ്പം മറ്റുള്ളവരെ സഹായിച്ചിട്ട് പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പൈസ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന ചീറ്റിംഗ് കേസിന് ഒക്കെ സാധ്യതയുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, സാമ്പത്തിക ഇടപാടുകൾ, ഇപ്പോഴത്തെ പുതിയ ഗെയിമുകൾ, ഇതിലൊക്കെ പോണവർ വളരെയധികം സൂക്ഷിക്കണം. വ്യയഞ്ച എന്ന് പറയുമ്പോൾ കൈ ഇരിക്കുന്നതും പോവും, കടവും കൂടെ ആകും. ചിലവ് അമിതമായിട്ട് കൂടി വരും. നമുക്ക് ഓരോന്നും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ കടങ്ങൾ വാങ്ങിച്ച് നമ്മളിങ്ങനെ ജീവിക്കാൻ ശ്രമിക്കും. സ്ഥാനഭ്രംശഞ്ച എന്ന് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രീയം, സംഘം, സമുദായം, ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കാനും ട്രാൻസ്ഫർ കിട്ടാനും ശിക്ഷകൾ വരാനും അധികാരികളുടെ വിരോധം കിട്ടാനും ചിലവർ നമ്മളെ സഹായിക്കുകയും ചിലവർ നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യും. രാമലക്ഷ്മണന്മാർക്ക് അച്ഛൻ സ്വത്തും വകയും കിരീടവും ചെങ്കോലും രാജ്യവും ഭരണവും എല്ലാം കൊടുത്ത് രാജാവാക്കി. അമ്മയാണ് കൂടുതലെല്ലാം കൂടെ പിടിച്ചു വായിച്ചുകൊണ്ട് പോയത് മന്ദരയും കൈകേയിയാണ്. അപ്പം അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരും സ്വന്തം അമ്മമാരും ആ അമ്മയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വേലക്കാരിയായിട്ട് നിൽക്കുന്നവർ പോലും പാര പണിഞ്ഞ് നമ്മളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഏഴരാണ്ട് ശനി. ആ 12 ഇരിക്കുമ്പോൾ സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ജോലിയും ഉള്ള ബിസിനസ്സും നമ്മൾ സംരക്ഷിച്ച് ജീവിക്കണം. പുതിയൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ പുതിയ ജോലി കിട്ടാനുള്ള തടസ്സം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോഴാണ് പഴയ ജോലി കളയേണ്ടിയിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ നിൽക്കാനും പുതിയ ജോലികളും ബിസിനസ്സുകളും കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം പ്രോഫിറ്റ്, ഗുണനിലവാരം, മെച്ചം, നേട്ടം ഇതൊക്കെ ഉണ്ടെന്നും ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എന്തൊക്കെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും വിസകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടുമെന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പഠിക്കാൻ പോകുന്നവരും ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ ഇവിടെ അല്ല വിദേശത്തൊക്കെ പോകണമെങ്കിലും അവിടെ ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ്, PR ഇതൊക്കെ കിട്ടാനൊക്കെ തടസ്സങ്ങൾ നമുക്ക് ഉണ്ടായിപ്പോകും. അങ്ങനെ സ്ഥാനഭ്രംശം എന്ന് വെച്ചാൽ
ഇവിടത്തേനേക്കാളും നല്ലത് മറ്റു സ്ഥാനത്താണെന്ന് പറഞ്ഞ് അവിടെ പോകും. അവിടത്തേക്കാളും നല്ലത് മറ്റേ സ്ഥലത്തുനിന്ന് പോകും. ഇങ്ങനെ ചാടി ഓടി പല സ്ഥലത്തും പോയി നമ്മൾ ഓടി ഓടി നമ്മൾ തളർന്ന് വീഴുന്നതല്ലാതെ ഒരു മെച്ചം കിട്ടില്ല. അപ്പോൾ ചുമ്മാ ചാടി ഓടിയിട്ട് കാര്യമില്ല. ഉള്ളത് രക്ഷിച്ച് സംരക്ഷിച്ച് നിലനിർത്തി മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പരിശ്രമം തീർച്ചയായിട്ടും നമുക്ക് വേണം. വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ട് കൂടി വരുന്നത്. എടുക്കാൻ പറ്റാത്ത ഭാരങ്ങൾ നമ്മളെ മണ്ടയിരുന്ന് ഇങ്ങനെ ഊരുന്നതും കളയിട്ട് പോവാനും വയ്യാത്ത മണ്ടയെ വയ്ക്കാനും പറ്റാത്ത തരത്തിലുള്ള വിഷമതകളും കുടുംബകലഹങ്ങൾ, കുടുംബ കോടതികൾ, വനിതാ കമ്മീഷൻ, ചെറിയ ഭാര്യ ഭർത്താവ് മക്കളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവാതിരിക്കാൻ വളരെ ക്ഷമയോടുകൂടി ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. സ്ഥാനഭ്രംശം വൈകല്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു പദ്ധതി തുടങ്ങിയ 99% ശരിയാണ്. പക്ഷെ ചെറിയ ചെറിയ തടസ്സങ്ങൾ കൊണ്ട് വലിയ വലിയ പദ്ധതികൾ മുടങ്ങിപ്പോകും. അപ്പം അതുകൊണ്ട് ശനിയുടെ മാറ്റവും 7 ശനി നമ്മളെ വളരെയധികം തളർത്തുന്നതാണ്. എന്നാൽ ജാതകത്തിൽ നമുക്ക് നല്ല സമയമാണെങ്കിൽ കുഴപ്പം വരില്ല. ജാതകത്തിൽ ദശാകാലങ്ങൾ വളരെ ശുക്രദശ, വേലദശ, ചന്ദ്രദശയൊക്കെ വന്നാൽ നമ്മൾ പറയുന്ന ദശാകാലം കൊള്ളാം. അതുകൊണ്ട് നമുക്ക് തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്നാൽ പോലും നമ്മളെ കാര്യങ്ങളൊക്കെ നേടി ജയിക്കാനുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടും. വല്ല ദോഷ സമയമാണെങ്കിൽ ശനിദശയോ രാഹുർ ദശയോ കേതു ദശയോ ആദിത്യ ദശയൊക്കെ ആണെങ്കിൽ സമയത്തിൻ്റെ കുഴപ്പവും 7 ശനിയുടെ മാറ്റം കൊണ്ടുള്ള കുഴപ്പങ്ങൾ രണ്ടും നമ്മളെ പിടിച്ച് ഇറുക്കിക്കളയും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ വലിയ സ്ഥാനവും അധികാരവും ഒക്കെ ഉള്ളവർ പെട്ടെന്ന് നിസ്സാര കാര്യം കൊണ്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് തോന്നി ഉപേക്ഷിച്ച് കളയാനും മനസ്സ് കാണിക്കുന്ന സമയമാണ്. അങ്ങനെ നിങ്ങളെ മാനസികപരമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി ഉപേക്ഷിക്കപ്പെടുന്ന പലരും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. 2027 6 മാസത്തിൽ ശനി നമുക്ക് മേടത്തിലേക്ക് വരും, ജനിച്ച കൂറിലേക്ക് വരും. അപ്പോൾ ഒത്തിരി കൂടെ ദോഷം കൂടുതലാണ്. 2027 10 മാസം വീണ്ടും അത് മീനം രാശിയിലേക്ക് മാറിപ്പോകും. അപ്പോൾ വീണ്ടും നമുക്ക് ഈ വർഷത്തെ ശനി മീനൻ രാശി നിൽക്കണമെങ്കിലും മേടൻ രാശിയിൽ വരും. അപ്പോൾ അതുവരെ നമുക്ക് സൂക്ഷിക്കണം. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ 3 തവണ 7 ശനി വരും. ആദ്യം 30 വയസ്സിനകത്ത് വരുന്നത് മങ്ക് ശനി, 60 വയസ്സടുപ്പിച്ച് വരുന്നത് പൊങ്ക് ശനി, 90 വയസ്സടുപ്പിച്ച് വരുന്നത് മരണശനിയാണ്. അപ്പോൾ 7 ശനി തുടങ്ങിയാലും 2028 ഫെബ്രുവരി മുതൽ വീണ്ടും 2.5 കൊല്ലത്തേക്ക് ജന്മശനി എന്ന് പറയും. അത് വളരെ ദോഷമാണ്. 7.5 വർഷത്തേക്ക് നമുക്ക് ശനിയുടെ ഭീഷണി ഉണ്ട്. എങ്കിലും നിങ്ങൾ ഗണപതി പൂജയും ശാസ്ത്ര പൂജയും അയ്യപ്പ ക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലൊക്കെ ദർശനം വഴിപാട് പൂജയൊക്കെ നടത്തി കാല ഭൈരവ സ്വാമിയെ ഭജിച്ചാൽ നമുക്ക് ഒരുപാട് വിഷമതകൾ വരും. ശാസ്താവ്, ഹനുമാൻ, കാലഭൈരവൻ, മുരുകൻ സ്വാമി, ശനീശ്വരൻ എന്ന് പറയുമ്പോൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ശനിക്ക് പ്രതിഷ്ഠയുണ്ട്. ശനി പൂജകൾ നടത്തുന്നത്, എള്ളുപായസം നടത്തുന്നത് ഒക്കെ, നവഗ്രഹ പൂജ നടത്തുന്നതൊക്കെ ഏത് ഗ്രഹങ്ങൾ പിഴച്ചു നിന്നാലും ഗ്രഹപ്പിഴകൾ മാറി കിട്ടും. ആ ശനിയുടെ തുടക്കം നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുള്ളതെന്ന് കേൾക്കുമ്പോൾ വിഷമം തോന്നുമെങ്കിലും വലിയ കാഠിന്യമില്ലാതെ പോകുന്ന ഘട്ടമാണ്. ജന്മശനി വരുമ്പോഴാണ് വളരെ കാഠിന്യം ഉള്ളത്. ഈ സമയദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജോലി വേണം. ജോലിയില്ലാതെ പൈസ കിട്ടില്ല. പൈസ ഇല്ലാതെ ഇന്ന് ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ ലക്ഷ്യം തന്നെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വിദ്യ വേണം. പഠിച്ചിട്ടും ജോലി കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷമേ വിവാഹമൊക്കെ നടത്തുമെന്ന് വിചാരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ, നിങ്ങളുടെ നല്ല ഒരു വിവാഹമോ അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ നല്ലൊരു ഭർത്താവൊക്കെ കിട്ടിയ ജീവിതത്തിൽ ധാരാളം സമ്പന്നതയോടുകൂടി സന്താന സമൃദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ ജോലി താൽക്കാലികമായിട്ടൊക്കെ കിട്ടിയാൽ അയ്യോ അതൊന്നും വലിയ ഗുണമില്ലെന്നും കൊണ്ട് കളയരുത്.
ചാടി അതിൻ്റെ പുറകെ പോയി അതിഉറച്ച് നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ സേവ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. കാരണം പല ആൾക്കാരും നല്ല ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നല്ല ജോലി കിട്ടണത് വരെയും കളഞ്ഞിട്ട് പോണവരും ഉണ്ട്. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. സാധാരണ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ചെടി വെയിലത്ത് നിന്ന് ഉണങ്ങിപ്പോയാൽ നമ്മളതിന് വളമിടുന്നതും വെള്ളം ഒഴിക്കുന്നതും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് തഴച്ച് വളർന്ന് നല്ല പൂവും നല്ല കായും കിട്ടുന്നത് പോലെ ഇങ്ങനെ ഒരു മുരടിപ്പ്, വളർച്ചയ്ക്ക് തളർച്ച മുതലായവ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയോമം, ശത്രുസംഹാര പൂജ, ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വിനകളും മാറാനും നല്ലത് വരാനും ഉള്ള സാധ്യത ഉണ്ടാകും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്നത് നല്ലതാണ്. എല്ലാ കർത്തവാവും അമാവാസി പൂജയിലെന്നും കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണിക്ക് അഭിഷേകം, പാല്, തൈര്, വെണ്ണ, പനിനീര്, കരിക്ക് അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടുള്ള കലശ അഭിഷേകങ്ങൾ ഭക്തജനങ്ങൾക്ക് തന്നെ പൂജിച്ച കലശം തരും. ഭഗവാന് അടുത്ത് കൊണ്ടുപോയി അഭിഷേകത്തിന് നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ശനി ഗ്രഹ പിഴകൾ, ദോഷങ്ങൾ മാറും. ശനി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജ്യോതിഷത്തിൽ ഭയങ്കര കുരുക്കുള്ളവനാണ് ശനി എന്ന് പറയുന്നത്. അപ്പം മേടക്കൂറുകാർക്ക് 10ഉം 11ഉം ഭാവാധിപനാണ് ആ രാശി അടിസ്ഥാനത്തിൽ ശനി. അപ്പോൾ 10 തൊഴിൽ, 11 ലാഭ ഐശ്വര്യം, 12 നാശനഷ്ടങ്ങൾ. അപ്പോൾ തൊഴിലിനും ലാഭൈശ്വര്യത്തിനും സാമ്പത്തിക നേട്ടങ്ങൾക്കുമൊക്കെ ശനി നമ്മളെ പിടിച്ച് ഉലച്ച് നശിപ്പിച്ച് കളയുന്നതാണ്. വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. യോഗേ വൈകല്യം അങ്കേ വൈഭവനഗതക കോപി പാപഗ്രഹസ്ഥയിലാണ്. ശനി കുഴപ്പം വരുമ്പോൾ അംഗവൈകല്യങ്ങൾ വരെ ഉണ്ടാകും. കാലിനും മുട്ടിനൊക്കെ വേദന. ശനി കാലിൻ്റെ ആളാണ്. ഇടത് കാലിനാണ് കൂടുതലും ശനി കുഴപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേര് നമുക്ക് വെരിക്കോസ്, അതേപോലെ ഓർത്തോ പ്രോബ്ലം, ന്യൂറോ പ്രോബ്ലം, അതേപോലെ വീഴ്ച, ഒടിവ്, അപകടമൊക്കെ ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, മരത്തിൽ കയറുന്നത്, കെട്ടിടത്തിൻ്റെ മണ്ടയിലൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളി, എൻജിനീയേഴ്സൊക്കെ വളരെ സൂക്ഷിക്കണം. പടാന്ന് വീണ് യോഗ വൈകല്യം അംഗവൈകല്യങ്ങൾ വരെ ഉണ്ടാകുന്ന സമയം. അപ്പോൾ എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് കടങ്ങളും ബാധ്യതകളും വരുത്തി വയ്ക്കാതെ ജപ്തി നടപടികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. കടങ്ങൾ കൊണ്ട് പല ആൾക്കാരും വിഷമിക്കുന്നവരുണ്ട്. എടുക്കാൻ പറ്റാത്ത കടം, പലിശ കൊടുക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള വസ്തു വിറ്റ് കട തീർക്കുന്നതും ഉള്ള പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നതും അത് സേവിങ് ചെയ്യാൻ ശ്രമിക്കുന്നതും വളരെ ഉപകാരമായിരിക്കും. അത് കടം വാങ്ങിച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് പലിശ അടയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് കടം ഒരിക്കലും തീരില്ല. കേസ് വഴക്കുകളിലും കുരുക്കുകളിൽ ചാടാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെയും പത്മനാഭസ്വാമിയുടെയും സർവ്വവിധ അനുഗ്രഹങ്ങളും അതേപോലെ ഗുരു കടാക്ഷങ്ങളും ദൈവികപരമായിട്ടുള്ള ആചാര പ്രാർത്ഥന ഒക്കെ കൊണ്ട് ദോഷങ്ങൾ മാറി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.